കേരള സർക്കാർ അട്ടിമറിച്ചു. 20 ദിവസം കൊണ്ട് അട്ടിമറിച്ചു. അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ തട്ടിക്കൂട്ടി 1 മണിക്കൂർ കൊണ്ട് പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത്. ഇനി അവർ CBI ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ ഇല്ലേ, അത് CBIയുടെ മേലാണ്. അപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇത് അട്ടിമറിച്ച കേരള സർക്കാർ അടിമുടി അട്ടിമറിച്ചു. ഈ പോലീസ് കേസും അട്ടിമറിച്ചു. CBI അന്വേഷണത്തിൽ ഇവിടുന്ന് കൊടുക്കേണ്ട പെർഫോമൻസ് പേപ്പറും അതിന്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് അട്ടിമറിച്ചു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ആർഷോ നിരന്തരം കോളേജിൽ വരുന്നുണ്ട്, അങ്ങ് നേരത്തെയും ഉന്നയിച്ചതാണ്. അപ്പോൾ ആർഷയെ കൂടി ഇതിൽ പ്രതിചേർത്ത് കേസെടുക്കണമെന്നാണ് ആവശ്യം. തീർച്ചയായും ആർഷയെ കൂടെ പേരെടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിൽ മാത്രമല്ല, 8 മാസം അവനെ അവിടെ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, രാവിലെയും വൈകുന്നേരം. ഞാൻ പറയുന്നതല്ല, അത് ആന്റി റാഗിംഗ് സ്ക്വാഡ് പറയുന്നതാണ്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുള്ളതാണ്. 2 പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അത് അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ആർഷോ എല്ലാ 8 മാസം എന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് എൻ്റെ മകനാണ്. അപ്പോൾ പറയും എൻ്റെ മകൻ പറഞ്ഞാൽ ഇപ്പോൾ തെളിവില്ലല്ലോ മറ്റു പോയത്. ഓക്കെ, തെളിയിക്കുക. ആർഷോ അവിടെ വന്നിട്ട് പോയില്ല എന്നുള്ള അവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ സൈബർ സെൽ ചെക്ക് ചെയ്യട്ടെ. 8 മാസം എന്ന് പറയുന്നത് എത്ര ദിവസം ആ പൂക്കോട് റേഞ്ചിലുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആർട്സ് ആണെങ്കിൽ സ്പോർട്സ് ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ചിലപ്പോൾ എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ അവൻ മൊബൈലിൽ ചെക്ക് ചെയ്യുക, അവൻ്റെ സൈബർ സെല്ലും ചെക്ക് ചെയ്യുക അവിടെ വന്നിട്ടുണ്ടോ. അവിടെ മുമ്പ് യൂണിയൻ റൂമിൽ പോയിട്ടാണ് അവന് ഈ സൈൻ ചെയ്യേണ്ടി വരുന്നത്. യൂണിയൻ റൂമിൻ്റെ അരുണിൻ്റെ റൂമിൽ പോയിട്ടാണ് അരുൺ ഇതിന് നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അൺട്രസ്റ്റഡ് ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തി സൈൻ ചെയ്യണം. ചിലപ്പോൾ മുട്ടിൽ കഴിഞ്ഞിരിക്കണം. ഇതൊക്കെ യൂണിയൻ പ്രസിഡന്റ് ചെയർമാൻ്റെ ലീലാവിലാസം. ആ ദിവസങ്ങൾ ഈ 8 മാസം വരെ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ആശ്രയിച്ചേട്ട ഇല്ലാന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കുന്നു. അവരുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ. എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും. ഇങ്ങനെ ചെയ്യണം, ഈ രീതി ചെയ്താൽ മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം. അവനൊക്കെ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാണ്, ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്, തീവ്രവാദികൾ തന്നെയാണ് ഈ SFI. അതുകൊണ്ട് പ്രതി ഇനിയിപ്പോൾ ചേർക്കാൻ വേണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അത് ചേർക്കില്ല, 100% ചേർക്കില്ല. അത് ഭരണപക്ഷിക്ക് അവനെ പ്രതി ചേർക്കാൻ പോയിട്ട് 150 കേസുള്ളവനെ ഇനി പ്രതി ചേർക്കാൻ പറ്റും. അത് CBI അന്വേഷിച്ച് CBI അവനിലോട്ട് വരട്ടെ. അത്രേ ചെയ്യാൻ പറ്റും. അവനിലോട്ട് പോകും. ഇപ്പം കത്ത് അയച്ചിരിക്കുന്നു, ദില്ലിയിൽ കത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് തീരുമാനമെടുക്കുന്നത് CBI ഡയറക്ടറാണ്. ഇനി CBIയുടെ തീരുമാനം അതിനുള്ള കാലതാമസത്തിലാണോ സമരം ചെയ്യുന്നത്? CBI അതൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, സമരം ചെയ്യേണ്ടത് ഈ റിപ്പോർട്ട് ആന്റി റാഗിംഗ് സ്ക്വാഡ് വന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കുറ്റവാളികൾ ആ 2 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ പേരിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തി ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ അവനെ ചതിച്ച പെൺകുട്ടിയുണ്ട്, അത് ആദ്യമേ ഉള്ളത്. അത് പരാതി കൊടുത്ത ബിൻസിയ എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളെ അമ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്മീഷണർ ഓഫീസിൽ ജോലിയുള്ളതാണ്. കമ്മീഷണർ ഓഫീസ് ഉയർന്ന ജോലി. അവൾ 18-ാം തീയതി കൊല്ലപ്പെട്ടിട്ട് പരാതി കൊടുത്ത 20-ാം തീയതി. അത് അവിടുത്തെ ഇന്ത്യയിലെ കംപ്ലൈൻറ്റ് കമ്മിറ്റി അത് പാസ്സാക്കി വിടുന്ന 26-ാം തീയതി. ഇത്രയും ദിവസത്തെ ഈ ഒരു വലിയൊരു കള്ളക്കളി നടന്നിട്ട് ബിൻസി എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? പിന്നെ ഇവനെ പാറപ്പുറത്ത് വെച്ചിട്ട് മർദ്ദിച്ചത് 2 പെൺകുട്ടികൾ വീഡിയോയിൽ എടുത്തുകൊണ്ടിരുന്നത്, അത് ആസ്വദിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ആന്റി റാഗിംഗ് കണ്ടുപിടിച്ചു സ്പോട്ട്. ഒരാഴ്ചയോട് അവരെന്തുകൊണ്ട് ഇതൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തില്ല? അഴിച്ചിറക്കിയ ഡീനാണ് അഴിച്ചിറക്കിയത്. ബോഡി അഴിച്ചിറക്കിയ ഡീനിന്റെ നേതൃത്വത്തിലാണ് അഴിച്ചിറക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ പാചകക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പാചകക്കാരനെ അവർ നാട് കടത്തി. അതെന്തുകൊണ്ട് പോലീസ് അന്വേഷണം വന്നില്ല? ഇതെല്ലാം അന്വേഷിക്കണം. അവരെ പെൺകുട്ടികളെ അന്വേഷിക്കണം, ഇതിൽ കൊണ്ടുവരണം. ബിൻസി അറസ്റ്റ് ചെയ്യണം. അക്ഷയ് MM മണിയുടെ ചിറകിനകത്തിരിക്കുന്ന അക്ഷയെ അറസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യണം. അറസ്റ്റ് ചെയ്ത് അന്വേഷണം കൊണ്ടുപോയേ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. അത് CBI അല്ല ചെയ്യേണ്ടത്. അത് CBI ഒരു പോലീസ് ആദ്യം കൊടുക്കണമല്ലോ. പോലീസിന് എന്തുകൊണ്ട് പോലീസ് മാറി നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കിയില്ലല്ലോ. CBI അന്വേഷണം പറഞ്ഞു എന്ന് ഉടനെ പോലീസ് അന്വേഷണം മതിയാക്കില്ല. പോലീസ് അന്വേഷണം മതിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ CBI വരും, ഇവർ മൊത്തം ഫയൽ അങ്ങോട്ട് കൊടുക്കും. ഫയൽ ഹാൻഡ് ഓവർ ചെയ്ത് മാത്രമേ പോലീസ് അന്വേഷണം മതിയാക്കൂ. അതാണ് നിയമം. അല്ല ഇവിടുന്ന് ഒരു പേപ്പർ വിട്ടു എന്നും പറഞ്ഞിട്ട് പോലീസ് അന്വേഷണം ഒരിക്കലും മതിയാക്കില്ല. അത് നിയമമല്ല. CBI അന്വേഷണം ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഇവർ ഫുൾ പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പോൾ പോലീസ് അന്വേഷണം മതിയാക്കി. അതെന്തുകൊണ്ട് മതിയാക്കി? അല്ലെങ്കിൽ എവിടെ നിന്ന് അവർക്ക് നിർദ്ദേശം കിട്ടി? ആഭ്യന്തരമന്ത്രിയിൽ നിന്നാണോ അല്ലെങ്കിൽ മന്ത്രാലയത്തിൽ നിന്നാണോ അത് കിട്ടി? അതെനിക്കറിയണം. അതിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അല്ല CBI അന്വേഷണം വൈകുന്നൊക്കെ ഒന്നും അതല്ല. CBI അന്വേഷണം എനിക്കറിയാം. CBI അന്വേഷണം വൈകുന്ന പ്രൊസീജിയർ കാണുമായിരിക്കും. അത് വൈകിപ്പിച്ചത്, അത് അട്ടിമറിച്ചത്. ഇനി അത് എടുക്കോ ഇല്ലയെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അത്രയ്ക്കുള്ള മോശം റിപ്പോർട്ടാണ് അവിടുന്ന് കൊടുത്തേക്കുന്നത്. വെറും ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്നുള്ള രീതിയിലാണ്, അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 1 മണിക്കൂർ കൊണ്ടില്ലെങ്കിൽ തട്ടിക്കൂട്ടി കൊടുക്കില്ല. അതൊരു കാര്യം. അല്ല CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സമരത്തിന് പോകുന്നത്. അട്ടിമറിച്ചു എന്നുള്ള കാര്യം. പിന്നെ ഇവരെല്ലാവരും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല?
അതെനിക്കറിയണം. അത് ഇപ്പോൾ ഇതൊരിക്കലും ആരോടും പറയാതെ ഒരു പോലീസ് അന്വേഷണം മതിയാക്കി. അത് എവിടെ നിന്ന് പോലീസ് അന്വേഷണം മതിയാക്കാനായിട്ട് ഇവർക്ക് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടി അതെനിക്കറിയണമല്ലോ. CBI അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല, പോലീസ് അന്വേഷണം മതിയാക്കുകയും ചെയ്തു. ക്ലിപ്പ് ഹൗസിന്റെ മുമ്പോട്ട് ഞാൻ പോകും. ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ അവിടെ കിടക്കും, നിരാഹാരമായിട്ട് അവിടെ കിടക്കും, അല്ലെങ്കിൽ അവിടെ സമരം ചെയ്യും. അത് എൻ്റെ കുടുംബത്തിൻ്റെ ഉള്ള ഒരു തീരുമാനത്തിലാണ്. മിക്കവാറും എൻ്റെ വൈഫിൻ്റെ ആരോഗ്യസ്ഥിതി ശരിയായിട്ട് ഞാൻ അത് ചെയ്യും. അതിനു മുമ്പേ ഇത്ര കാര്യങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അറസ്റ്റ്, ഈ പെൺകുട്ടികൾ വരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, അക്ഷയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഡീനിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, പോലീസ് കേസ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമരം. അല്ല, വെറുതെ പോയി സമരം ചെയ്യുന്നില്ല പറഞ്ഞത്. ഇത്രയും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ സമരം അതവർ ചെയ്തേ പറ്റുള്ളൂ. അങ്ങ് പ്രതിപക്ഷ നേതാവിനെ അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കളെയൊക്കെ കണ്ടതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത്. റിപ്പോർട്ട് അയക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഇടപെടൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടത് ഞാൻ രാഷ്ട്രീയ ഇടപെടാൻ വേണ്ടി മാത്രം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ കണ്ടത്. അദ്ദേഹം ഒരു പ്രതിപക്ഷമെന്നു പറഞ്ഞാൽ സർക്കാർ കൊള്ളയുമ കാണിക്കുമ്പോൾ നേർവഴിക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം. അവരെന്തെങ്കിലും വേണ്ടാത്തരം കാണിക്കുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ പറയാൻ വേണ്ടിയാണല്ലോ പ്രതിപക്ഷം. ഞാൻ ആ ഒരു രീതിയിലാണ് പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് പോയത്. അല്ല, പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയപരമായിട്ട് എല്ലാം ഇത് അങ്ങനെ കണ്ടിട്ടുമില്ല, ഇതുവരെയ്ക്കും അദ്ദേഹം അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമല്ലല്ലോ പോയത്. ഞാൻ VM മുരളീധരൻ സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, രാജീവ് ചന്ദ്രസേനൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, പ്രകാശ് ജാവദേക്കർ സാറ്, ഗവർണർ സാറ്, ഇവരെല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ടല്ലോ. ഇവരാരും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെ എന്നെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പോവാത്തെന്ന് പറഞ്ഞാൽ അവനെ കൊന്ന ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഒന്ന് പോയി കഴിഞ്ഞാൽ എന്നെയും കൊല്ലും, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ബാക്കിയുള്ള ആരും ഇതുവരെയ്ക്കും എന്നെ രാഷ്ട്രീയപരമായിട്ട് എന്നെ സമീപിച്ചിട്ടുമില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ സാറാണെന്നുണ്ടെങ്കിലും വളരെ സ്നേഹത്തോടെയും ഈ കേസിന് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ രാഷ്ട്രീയമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഒരു രീതിയിൽ അങ്ങനെ ഒരു ഹിന്റ് പോലും എന്നോട് തന്നിട്ടില്ല.